സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ഹന്യാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. സങ്കീർത്തനം 51:17 വാക്യം. ചതയപ്പെട്ടതും തകർക്കപ്പെട്ടതുമായ നമ്മുടെ ജീവിതത്തിൻ്റെ വശങ്ങൾ എടുക്കാനും പുതിയതും മനോഹരമായ എന്തെങ്കിലും സൃഷ്ടിപ്പാനും ദൈവം ഇഷ്ടപ്പെടുന്നു. ദാവീദ് രാജാവിന് തൻ്റെ വിനാശകരമായ പ്രവർത്തികൾ മൂലം ജീവിതത്തിൽ സംഭവിച്ച തകർച്ച പരിഹരിപ്പാൻ ദൈവത്തിന് സഹായം ആവശ്യമായിരുന്നു. സങ്കീർത്തനം 51 മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ എടുപ്പാനും അവളുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുവാനും തൻ്റെ രാജകീയ അധികാരം ദുരുപയോഗം ചെയ്തതായി സമ്മതിച്ച ശേഷം ദാവീദ് ദൈവത്തിന് തൻ്റെ തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ സമർപ്പിക്കുകയും കരുണയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്തു. പശ്ചാത്തപിക്കുക എന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം ചതച്ചത് എന്നതാണ്. ദൈവം അവൻ്റെ ഹൃദയത്തെ പുതുക്കിപ്പണിയുന്നതിന് ദാവീദ് ആദ്യം ദൈവത്തിനും തകർന്ന കഷ്ണങ്ങൾക്കും സമർപ്പിക്കേണ്ടി വന്നു. അത് സങ്കടത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഏറ്റുപറച്ചിലായിരുന്നു. ചതഞ്ഞതിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചതിന് അതിനെ മനോഹരമായ ഒന്നാക്കി മാറ്റുന്ന വിശ്വസ്തനും ക്ഷമിക്കുന്നതിനുമായ ഒരു ദൈവത്തിൻ്റെ പക്കൽ ദാവീദിൻ്റെ തൻ്റെ ഹൃദയം പരിമേൽപ്പിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏത് ഭാഗത്താണ് ചതഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഏത് ഭാഗങ്ങളാണ് ചതഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ തകർച്ച ദൈവത്തെ എങ്ങനെ പരിമേൽപ്പിക്കും? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സമയത്ത് അങ്ങേ അതിനെ മനോഹരമായി ഒന്നാക്കി മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തകർച്ചയെ അങ്ങേ ഏൽപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അത് നിറയ്ക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആവത്ത ഓടുന്ന രോഗദുഃഖം മണത്തെല്ലാം ദൈവം നമ്മെ കാത്തുരവാച്ചു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയൊരാഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു കൂടെ ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.